ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ലോകത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എന്തിനു വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്? കാരണം അവരുടെ സ്വന്തം നാട്ടിൽ പല ജീവിത സാഹചര്യങ്ങളും മോശമായ രീതിയിലായിരിക്കും. പട്ടിണി ഉണ്ടാകാം, ദാരിദ്ര്യമുണ്ടാകാം, അതുമല്ലെങ്കിൽ ജോലിയില്ലാത്ത അവസ്ഥയാകാം. ജോലി ഉണ്ടെങ്കിൽ തന്നെ ഒരുപക്ഷെ കാര്യമായിട്ടുള്ള ശമ്പളം കുറവായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് ആവശ്യങ്ങൾ നേരിടാൻ പാകത്തിനുള്ള വരുമാനം അവർക്കുണ്ടാവില്ല. അങ്ങനെ നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി, കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അവർ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർ ജോലി തേടി പോകുന്നു മറ്റു സമ്പന്ന രാഷ്ട്രങ്ങളിലേക്ക്. അവിടെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ശമ്പളത്തിന് പണിയെടുക്കുകയും അങ്ങനെ സ്വന്തം നാട്ടിൽ നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഉദാഹരണം പറയാൻ കേരളത്തിലെ കാര്യം എടുക്കാം. ലക്ഷക്കണക്കിന് ആളുകൾ ഗൾഫ് നാടുകളിൽ പോയി ജോലി ചെയ്തുകൊണ്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിലേക്ക് പണം അയക്കുകയും അങ്ങനെ കേരളത്തിൽ നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയം കണ്ട ഏകദേശം യൂറോപ്യൻ നാടുകളുടെ ജീവിത സാഹചര്യം കൊണ്ട് ഒത്തിണങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കാരണം എല്ലാവരും വിദേശത്ത് പോയി ജോലി ചെയ്തുണ്ടാക്കിയ പണം കൊണ്ടാണ്. അങ്ങനെ എല്ലാ രാജ്യത്തെ ജനങ്ങളും, ഇന്ത്യയിൽ മാത്രമല്ല, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അതുപോലെ തന്നെ ആഫ്രിക്കൻ കൺട്രീസൊക്കെ തന്നെ അവിടുത്തെ ജനങ്ങൾ കൂടുതൽ വരുമാനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജോലിയെടുക്കുന്നു. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലിയെടുക്കുന്ന ജനവിഭാഗങ്ങളുടെ മനസ്സുകളിലൊക്കെ തന്നെ സാമ്പത്തികമായി മാനസികമായിട്ടുള്ള ഒരു ആശങ്കയുടെ, ഭീതിയുടെ ഒരു ഘട്ടമാണ് ഇപ്പോൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് പറയുകയാണെങ്കിൽ 2026 ജനുവരി 5 തൊട്ട് ഇങ്ങോട്ട് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എക്കാലത്തെയും ഓൾ ടൈം ഹൈ ആയ 26,350 നിന്ന് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നിഫ്റ്റി 50 25,650 എത്തി നിൽക്കുന്നു. തുടർച്ചയായി ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ മാർക്കറ്റ് വളരെയധികം താഴോട്ട് പോകുന്നു. അത് സാമ്പത്തികമായ ഒരു വശം. മാനസികമായ ഒരു വശമെന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും തലക്ക് മുകളിൽ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കുന്നു. കാരണം എന്താണ്? നമുക്കറിയാം, ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനിസുല എന്ന് പറയുന്ന രാഷ്ട്രത്തിനെതിരെ US, സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ രാഷ്ട്രം സൈനിക നടപടി സ്വീകരിക്കുകയും അനന്തരം അവിടുത്തെ പ്രസിഡൻ്റായിരുന്ന നിക്കോളാസ് മഡുറോയെ, അദ്ദേഹത്തിൻ്റെ പത്നിയെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു. അതായത് അമേരിക്ക വെനിസുലയിൽ സൈനിക നടപടി ആരംഭിച്ചന്ന് തൊട്ട് മാർക്കറ്റ് ഇങ്ങോട്ട് ഇടിയാൻ തുടങ്ങി. കാരണം നിക്ഷേപകർക്ക് തങ്ങളുടെ പണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി സുരക്ഷിതമായ മാർഗം എന്ന് പറയുന്നത്
നിക്ഷേപങ്ങൾ പിൻവലിച്ച് സുരക്ഷിതമായ മേഖലകളിലേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിക്ഷേപകർക്ക്, ലക്ഷക്കണക്കിന് വരുന്ന നിക്ഷേപകർക്ക് വരുമാന നഷ്ടം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അങ്ങനെ സാമ്പത്തികമായിട്ട് ഒരു വശാങ്കര കിടക്കുമ്പോൾ മാനസികമായിട്ട് യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ലോകത്തെമ്പാടും നിലനിൽക്കുന്നു. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന മനുഷ്യൻ അധികാരത്തിൽ വന്നതിന് ശേഷം ലോകത്തെല്ലായിടത്തും പ്രശ്നങ്ങൾ തന്നെയാണ്. ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് നേരെ തീരുവ ചുമത്തിക്കൊണ്ടും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം നടന്ന കടന്നുകയറ്റം, അതാണ് ഇപ്പോൾ വെനിസ്വേലയിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇറാൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള ധൃതി കാണിക്കുന്നു. അതുപോലെ തന്നെ ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള ഗെയിം പാർക്ക് എന്ന് പറയുന്ന ഐലൻഡ് സമൂഹം അത് തങ്ങളുടെ കൈവശം ആക്കുന്നതിനുള്ള സൈനികമായ നീക്കങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ലോകത്തിലാകെ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ താഴ്ന്നു വരുവാനുള്ള രാജ്യങ്ങളിൽ നിന്ന്, അതായത് വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പോയി പണിയെടുത്ത് സമ്പാദിക്കാനുള്ള ആ മോഹത്തിൻ്റെ ഭംഗം വരുത്തിക്കൊണ്ട് ആണ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിസയ്ക്ക് അങ്ങനെ വിസയ്ക്ക് പോലും, തൊഴിൽ വിസയ്ക്ക് പോലും അമേരിക്ക ഇപ്പോൾ ഭീമമായ തുകയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. $1,00,000 തൊഴിൽ വിസയ്ക്ക് പോലും ഭീമമായ തുകയാണ് ഇപ്പോൾ അവിടെ ചുമത്തിയിരിക്കുന്നത്. $1,00,000 കൊടുത്തെങ്കിൽ മാത്രമാണ് തൊഴിൽ വിസ ലഭിക്കുകയുള്ളൂ എന്നൊരു അന്തരീക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് ശുദ്ധമായ വംശീയവാദി, വെള്ളക്കാർ മാത്രം മതി ലോകത്തിൽ, അവരുടെ നാട്ടിൽ വെള്ളക്കാർ മാത്രം തൊഴിലെടുത്താൽ മതി എന്ന ഒരു കൺസെപ്റ്റിലും അതേ തന്നെ വർഗീയപരമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നൈജീരിയക്ക് നേരെ ആക്രമണത്തിൻ്റെ ആക്കം കൂട്ടുന്നുണ്ട് അദ്ദേഹം. അങ്ങനെ ലോകത്തിലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപകരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത്, ഇങ്ങനെ യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും മാർക്കറ്റ് ഇടിയും എന്നുള്ള കാര്യത്തിൽ സംശയം കണ്ട നിക്ഷേപകർ അവരുടെ പണം സുരക്ഷിതമായ ഒരു മാർഗത്തിലേക്ക് നീക്കപ്പെടുകയും അങ്ങനെ മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ലോക സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുന്നൊക്കെ യുദ്ധങ്ങളും അതുപോലെ തന്നെ മഹാമാരികളൊക്കെ വന്നിട്ട് മാർക്കറ്റ് ഇടിയുമ്പോഴും അത് വീണ്ടും നല്ല സാഹചര്യം വരുമ്പോൾ തിരിച്ചു കയറിയിട്ട് നിക്ഷേപകർക്ക് മാന്യമായിട്ടുള്ള ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, ഇങ്ങനെ യുദ്ധത്തിൻ്റേതായ അന്തരീക്ഷം വരുമ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നിക്ഷേപത്തെ ഡൈവേഴ്സിഫൈ ചെയ്യുക. അതായത് സ്റ്റോക്കുകളിൽ മാത്രം നിക്ഷേപിക്കാതെ കമോഡിറ്റിയിലും ഗോൾഡിലും സിൽവറിലും നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം സ്റ്റോക്കിലും മറ്റൊരു ഭാഗം ഗോൾഡിലും സിൽവറിലും നിക്ഷേപിച്ചുകൊണ്ട് അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലോട്ടാകുന്ന നഷ്ടം ഇവിടെ അത് ലാഭമായി തീരുകയും ചെയ്തു. അങ്ങനെ യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിവ് നേരിടുമ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് സ്വീകരിക്കുകയാണെങ്കിൽ
തീർച്ചയായും നിങ്ങളുടെ നഷ്ടം നികത്താനായിട്ട് കഴിയും. അങ്ങനെ ലോകത്ത് എന്തൊരു അന്തരീക്ഷമുണ്ടായാലും, യുദ്ധത്തിൻ്റെ അന്തരീക്ഷമുണ്ടായാലും, ഇങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ പണം നഷ്ടപ്പെടുത്താതെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ തന്നെ കമോഡിറ്റിയായ സിൽവറിലും ഗോൾഡിലും നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ലോകത്തിൽ പതിവാണ്. അത് കുറച്ച് നാളത്തേക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയും, വീണ്ടും നല്ല സാഹചര്യം വന്നാൽ അത് തിരിച്ചു കയറുകയും നമ്മൾ അതിൽ നിക്ഷേപിക്കുകയും ലാഭം ഉണ്ടാക്കുകയും ചെയ്യുക. അങ്ങനെ യുദ്ധം മാർക്കറ്റ് ഇടിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിരാശരാകാതെ ഇങ്ങനെ നിങ്ങളുടെ നിക്ഷേപത്തെ പലതരത്തിലേക്ക് മാറ്റിക്കൊണ്ട് സ്റ്റോക്കിലും കമോഡിറ്റിയിലൊക്കെ മാറ്റി നിക്ഷേപിച്ചുകൊണ്ട് ലാഭം ഉണ്ടാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.